ഫ്രണ്ട്സ്, നമ്മുടെ CISFലേക്കുള്ള കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട്. അതിൻ്റെ അപേക്ഷയും തുടങ്ങിക്കഴിഞ്ഞു. ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ നിങ്ങളിലേക്ക് വീഡിയോ എത്തിച്ചതാണ്. പലരും വീഡിയോ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ അറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അപേക്ഷ ഇതാ ഫെബ്രുവരി 3 സ്റ്റാർട്ടായിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 4 4 തീയതിക്ക് മുന്നേ നിങ്ങളത് അപേക്ഷ അയക്കണം. കോൺസ്റ്റബിൾ ഡ്രൈവർ പാരാമിലിറ്ററി ഫോഴ്സായ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISFലേക്കാണ് നോട്ടിഫിക്കേഷൻ. ഇതിലേക്ക് പെൺകുട്ടികൾക്ക് അപേക്ഷ അയക്കാൻ പറ്റില്ല, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ബോയ്സിനാണ് അവസരം വരുന്നത്. 21,700 രൂപ മുതൽ 69,100 വരെ നിങ്ങൾക്ക് സാലറി പാക്കേജ് വരുന്നൊരു യൂണിഫോം പോസ്റ്റ്, ഡ്രൈവർ പോസ്റ്റാണ് ഇപ്പോൾ CISF നടത്തുന്നത്. അപേക്ഷ അയക്കേണ്ടത് ഓൺലൈൻ മോഡ് CISFൻ്റെ വെബ്സൈറ്റ് വഴിയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം. ആദ്യം നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും. അതിനുശേഷം മെഷർമെൻറ്റ് ടെസ്റ്റ്, ഫിസിക്കൽ മെഷർമെൻറ്റ്, ഡോക്യുമെൻറ്റേഷൻ, ഡ്രൈവിംഗ് ടെസ്റ്റ്, റിട്ടൺ എക്സാം, മെഡിക്കൽ എക്സാം, അങ്ങനെയാണ് സെലക്ഷൻ നടത്തുന്നത്. പിന്നെ മറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ പോസ്റ്റ് കോൺസ്റ്റബിൾ ഡ്രൈവർ മൊത്തം 845 വാക്കൻസിയാണ്. അതിൽ കാറ്റഗറി വൈസ് ഇവിടെ കാണാം. ജനറൽ 344, SC/ST OBC EWSകാർക്കൊക്കെ സെപ്പറേറ്റ് വന്ന ഒഴിവുകൾ ഇവിടെ കാണാം. എക്സ് സർവീസ്മാനും സെപ്പറേറ്റ് വാക്കൻസി വന്നിട്ടുണ്ട്. പിന്നെ കോൺസ്റ്റബിൾ ഡ്രൈവർ പമ്പ് ഓപ്പറേറ്റർ പോസ്റ്റും വന്നിട്ടുണ്ട്. മൊത്തം 279 ഒഴിവാണ്. അങ്ങനെ മൊത്തം വരുന്ന വാക്കൻസി 1124 വാക്കൻസിയാണ്. ഓൾ ഇന്ത്യ വാക്കൻസിയാണ്. വാക്കൻസി കൂടാനോ കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നടത്തുമ്പോൾ വാക്കൻസി കൂടാനോ കുറയാനൊക്കെ ചാൻസ് ഉണ്ടെന്ന് നോട്ടിഫിക്കേഷനിൽ അവർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 21 തൊട്ട് 27 വയസ്സ് വരെയുള്ളവർക്കിത് അപേക്ഷ അയക്കാൻ പറ്റും. പിന്നെ SC/STകാരാണെങ്കിൽ 5 വർഷം ഇളവ് കിട്ടുന്നുണ്ട്. OBC ആണെങ്കിൽ 3 വർഷം ഇളവും കിട്ടുന്നുണ്ട്. പിന്നെ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് മാത്രം മതി. നിങ്ങൾ 10ാം ക്ലാസ് സിമ്പിൾ പാസ്സാണെങ്കിൽ പോലും ഇത് അപേക്ഷ അയക്കാം. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഡ്രൈവർ പോസ്റ്റ് ആയതുകൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ചോദിക്കുന്നുണ്ട്. ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ, പിന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉണ്ടാവണം. മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ, ഇത്രയും ലൈസൻസ് ആവശ്യമാണ്. ഈ 3 ലൈസൻസ് ഉള്ളവർക്ക് മാത്രമാണ് അപേക്ഷ അയക്കാൻ പറ്റുക. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ആണ്. ഈ പറഞ്ഞ ഏജ് ക്രൈറ്റീരിയയുടെ ഉള്ളിലുള്ളവർക്ക് ഇത് അപേക്ഷ അയക്കാൻ പറ്റും. 3 വർഷത്തെ എക്സ്പീരിയൻസ്, ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവണം. ഹെവി മോട്ടോർ വെഹിക്കിളോ ട്രാൻസ്പോർട്ട് വെഹിക്കിളോ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആൻഡ് മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ഓടിച്ചിട്ടുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസ്, അതായത് ലൈസൻസ് കിട്ടി 3 വർഷം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവണം. ലൈസൻസ് കിട്ടിയിട്ട് 3 വർഷമായിരിക്കണം എന്നാണ് അതിൻ്റെ കാര്യം പറയുന്നത്. ഹൈറ്റ് വേണ്ടത് 167 സെൻറ്റിമീറ്ററാണ് എല്ലാവർക്കും. 80 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം. 85 വരെ നിങ്ങൾക്കത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം ചെസ്റ്റ്. മെഡിക്കൽ ടെസ്റ്റിൽ വെയിറ്റ്, ഹൈറ്റ് മെഷർമെൻ്റൊക്കെ ഉണ്ടാവും. ചെസ്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നോക്നി, ഫ്ലാറ്റ് ഫുട്ട്, വെരിക്കോസ് വെയിൻ, സ്ക്വിൻ ഡൈ തുടങ്ങിയ മെഡിക്കൽ സെലക്ഷൻസ് അവർ നടത്തുന്നുണ്ട്. ഹൈ ടെസ്റ്റൊക്കെ ഉണ്ടായിരിക്കും. ആപ്ലിക്കേഷൻ ഫീസായിട്ട് നിങ്ങൾ 100 രൂപ പേയ്മെൻറ്റ് അടയ്ക്കണം. ജനറൽ EWSകാരും OBCകാരും നിങ്ങൾ 100 രൂപ പേയ്മെൻറ്റ് അടയ്ക്കുക. SC/STകാരും എക്സ് സർവീസ്മാനും ഫ്രീ ആയിട്ട് ഇത് അപേക്ഷ അയക്കാൻ പറ്റും. ലാസ്റ്റ് ഡേറ്റിന് മുന്നേ നിങ്ങൾ CISFൻ്റെ വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ആദ്യം നിങ്ങൾക്ക് ഹൈറ്റ് ബാർ ടെസ്റ്റ്, നിങ്ങളുടെ ഹൈറ്റ് ആർമി റാലിക്കൊക്കെ നടത്തുന്ന പോലെ നിങ്ങളുടെ ഹൈറ്റ് അവർ ചെക്ക് ചെയ്യും. ഹൈറ്റ് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഫിസിക്കൽ ടെസ്റ്റാണ്. അതായത് 800 മീറ്റർ റണ്ണിങ് 3 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ട് ഓടിക്കയറണം. പിന്നെ ലോങ് ജമ്പ് ഉണ്ടായിരിക്കും 11 ഫീറ്റ്, ഹൈ ജമ്പ് ഉണ്ടായിരിക്കും 3 ഫീറ്റ് 6 ഇഞ്ച്. അത് രണ്ടും 3 ചാൻസ് കിട്ടും. അതിലൊന്ന് നിങ്ങൾ ക്വാളിഫൈ ആയാൽ മതി. റണ്ണിങ് ഒറ്റ ചാൻസ് ഉണ്ടാവുള്ളൂ. ലോങ് ജമ്പും ഹൈ ജമ്പും നിങ്ങൾക്ക് സെപ്പറേറ്റ് 3 ചാൻസ് കിട്ടുന്നുണ്ട്. അതിനുശേഷം ഹൈറ്റ്, ചെസ്റ്റ്, വെയിറ്റ് മെഷർമെൻ്റ് ആണ്. ഹൈറ്റ് ഒന്നുകൂടെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഡോക്യുമെൻറ്റേഷൻ വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും പരിശോധിക്കുന്നൊരു സ്റ്റെപ്പാണ് ഡോക്യുമെൻറ്റേഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ ട്രേഡ് ടെസ്റ്റാണ്, അതായത് ഡ്രൈവിംഗ് ടെസ്റ്റ്. ഡ്രൈവിംഗ് ടെസ്റ്റ് ഫോർ ലൈറ്റ് വെഹിക്കിൾ 50 മാർക്ക്, ഹെവി വെഹിക്കിൾ 50 മാർക്ക്. പിന്നെ മോട്ടോർ മെക്കാനിസം നോളജിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ടാവും 30 മാർക്കിന്. അത് ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ പിന്നെ റിട്ടൺ എക്സാം വരുന്നുണ്ട്. ഒരു നീണ്ട സെലക്ഷൻ ക്രൈറ്റീരിയ വരുന്നുണ്ട്.
ഡ്രൈവർ പോസ്റ്റ് ആയതുകൊണ്ടാണ്. റിട്ടൺ എക്സാം നിങ്ങൾക്ക് OMR ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 100 മാർക്കിനാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. 120 മിനിറ്റ്, അതായത് 2 മണിക്കൂറാണ് എക്സാമിന് ടൈം കിട്ടുക. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവില്ല. നല്ലൊരു കാര്യമാണ്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്കിത് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നെഗറ്റീവ് മാർക്കിങ്ങിൻ്റെ സ്കീം വരുന്നില്ല. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ്. പിന്നെ മെഡിക്കൽ എക്സാം ഉണ്ടാവും. ഇതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ ഓൾറെഡി പറഞ്ഞതാണ്, എങ്കിലും നിങ്ങളിതെല്ലാം അറിഞ്ഞിരിക്കുക. CISFൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ ഇത് അപേക്ഷ അയക്കണം. അപ്പോൾ മാർച്ച് 4-ാം തീയതിക്ക് മുന്നേ ഈ ഒരു പോസ്റ്റ് അർഹതയുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും അപേക്ഷ അയച്ചോളൂ. അപ്പോൾ ഡ്രൈവർ പോസ്റ്റ് ഒരുപാട് പേര് യൂണിഫോം ഡ്രൈവർ പോസ്റ്റ് സ്വപ്നം കാണുന്ന ഒരുപാട് പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. അവർക്കുള്ള വീഡിയോ ആണത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ അയച്ചു കൊടുക്കാൻ ശ്രമിക്കാം. എല്ലാവർക്കും ചാനലൊന്ന് മാക്സിമം എത്തിച്ചു കൊടുക്കുക. ഒരുപാട് യൂസ്ഫുൾ വീഡിയോസ് ഇനിയും വരാനുണ്ട്. അത് കിട്ടാൻ വേണ്ടി ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ടും പറഞ്ഞോളൂ. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.